ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷുലിനു. അപ്പം ഗൈസ്, ഇന്ന് നമ്മളെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് പോരുന്ന വൈക്കൽ അരീക്കോട് മഞ്ചേരി റോഡുമ്മൽ പാറമ്മൽ അറിയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പം നമ്മളെ പഞ്ചായത്തിൻ്റെ പേരിലൊരു കട, പൂക്കോട്ടൊരു സർബത്ത് കട. അപ്പം പിന്നെ നമ്മൾ കുടിച്ചേക്കണ ശരിയല്ലല്ലോ, അങ്ങനെ നമ്മൾ കയറി കുടിച്ചതാണ്. ഇവിടെ സർബത്ത് കട പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ചായയും ഉഴുന്ന വടയൊക്കെ ഉണ്ട്. ഇത് ഇമ്മച്ചിക്ക് വേണ്ടി വാങ്ങിയ ഉഴുന്ന വടയാണ്. പക്ഷെ ഞാനടുത്ത് തിന്നണത് ഗൈസ്, കാരണം എൻ്റെ സാധനം എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയാണല്ലോ, അപ്പം നമ്മൾ തിന്നണം ഗൈസ്. അപ്പം ഐഷിപ്പച്ചും കൂടി അവിടെ എന്തൊക്കെയാണ് നടക്കണത് എന്ന് നോക്കുകയാണ്. ഐഷ ആദ്യമായിട്ട് കാണാതിരല്ല, സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇനിയൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ പെര വന്ന് ഉണ്ടാക്കാനേക്കാറ് കേട്ടോ, പറയാനൊന്നും പറ്റില്ല, ഒക്കെ അറിയില്ല. എന്നാലും വെറുതെ അപ്പം അതാ ഓക്ക് എവിടെ പോയാലല്ലോ ഒരു അവല് മിൽക്ക്. ഇപ്പച്ചി ജസ്റ്റ് ടേസ്റ്റ് നോക്കി പോയി. ഇനി ഇൻ്റെയും കൂടിയും കഴിഞ്ഞിട്ട്, എൻ്റെ ഉമ്മച്ചിൻ്റെ കൂടി കഴിഞ്ഞിട്ടാണ് ഓക്ക് കുടിച്ചാൽ. എൻ്റെ കഴിഞ്ഞപ്പോത്ത് നോക്കുക, എൻ്റെ തൊള്ളേക്ക് വെക്കണതിൻ്റെ മുമ്പേ ഓക്ക് അർജൻറ്റായി. അപ്പോൾ ഇനി കുറച്ച് പോസൊക്കെ ഇടാണ് ഗൈസ്, കുറച്ച് പോസ് ഇടാൻ പറഞ്ഞ പെട്ടതാണ് ഇതൊക്കെ. അപ്പോൾ ഇതാ ഓള് അവല് മിൽക്ക് കുടിച്ചത് നിങ്ങളിനി കാണുക, നിങ്ങളിത് കാണുക. ഇനി ഉമ്മച്ചിൻ്റെ ഉഴുന്നുവട ഇതാ ഐഷ അവല് മിൽക്ക് കുടിക്കുന്നു. ഓൾ അവല് മിൽക്കും കുടിച്ചു ഇങ്ങനെ നിന്നപ്പം എൻ്റെ സാധനം ഇവിടെ എത്തി, മിൽക്ക് സർബത്ത്. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട് ഗൈസ് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ കുടിച്ചത്. ഐഷ പോസിടാൻ കാരണം ഓക്കും വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ കൊടുത്തില്ല, നമ്മൾ ഫുൾ അങ്ങോട്ട് കുടിച്ചെടുത്ത്. അപ്പം അമ്മച്ചിൻ്റെ ഉഴുന്നുവട കഴിഞ്ഞു, ചട്നി മാത്രമായി. അങ്ങനെ ഇതാണ് കബീർ കാസ് പൂക്കോട്ട് സർബത്ത് കടയിലെ എല്ലാ സാധനം. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ. ബൈ ബൈ, സി യു.